അച്ഛൻ എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് വരുന്ന കാര്യം ഈ പെർഫെക്ഷൻ തന്നെയാണ്. അത് ഭയങ്കര രസമാണ്. പെർഫെക്ഷനും അച്ഛൻ്റെ ടൈമിങ്ങും അത് രണ്ടുമാണ്. അച്ഛൻ പഴയ അച്ഛനെ ഓർത്താൽ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കിട്ടും. പിന്നെ കഥ പറഞ്ഞു തന്നിരുന്നു. രണ്ടാമൂഴം അച്ഛൻ ഫുള്ള് വായിച്ചു തന്നിട്ടുണ്ട്. മാതൃഭൂമിയിൽ വന്നത് മുഴുവൻ വായിച്ചു തന്ന് വിവരിച്ച് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ സന്ദർഭങ്ങളും ആൾക്കാരും ഒക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ അതേപോലെ അത്രയും വിഷ്വലൈസ് ചെയ്ത് അച്ഛൻ പറഞ്ഞു തരാനുള്ള കഴിവുണ്ടായിരുന്നു അച്ഛന്. നന്നായി വായിക്കും ഇപ്പോഴും. ഈ 84ന്റെ നിറവിലും അച്ഛൻ നിറച്ചു വായിക്കും. ഒരു കെട്ടു പുസ്തകമാണ് അച്ഛൻ്റെ കട്ടിലിന്റെ മുകളിൽ എപ്പോഴും. എപ്പോ വന്നു പോകുമ്പോഴും എന്നോട് പുസ്തകം കൊണ്ടുവരാനാണ്. പുസ്തകമായിട്ടുള്ള ചർച്ചകൾ മുഴുവൻ നീമയായിട്ടാണ്. അടുത്ത പുസ്തകം ഏതാ വേണ്ടതെന്ന് അച്ഛൻ പറയും. അത് കൊണ്ടുകൊടുക്കണം. എനിക്ക് മുഴുവൊന്നും കിട്ടാറില്ല കേട്ടോ. ഞങ്ങൾക്ക് ഓർമ്മയുള്ള തൊട്ടിട്ട് അച്ഛൻ അവിടെ പാലക്കാടായിരുന്നു. അതിന് മുന്നേ ചെന്നൈയിലായിരുന്നു ആദ്യം. ചെന്നൈയിലാണ് അച്ഛൻ്റെ ജീവാത്മാവും പരമാത്മാവും എന്ന് പറഞ്ഞ പോലെ അത്രയും ആൾക്കാർ, അച്ഛൻ്റെ ഫ്രണ്ട്സ് മുഴുവൻ ചെന്നൈയിലാണ്. ചെന്നൈയാണ് അച്ഛൻ്റെ ഒരു ലോകം അല്ലേ. അത് അച്ഛൻ ഇപ്പോഴും അതെ കേട്ടോ. അവിടുന്ന് ആരെങ്കിലും വന്നാൽ മെഡ്രാസിൽ നിന്നുള്ള അച്ഛൻ്റെ ഫ്രണ്ട്സ്, അതുപോലെ അമ്മയുടെ സ്റ്റുഡൻസ്, അവരൊക്കെ അച്ഛന് ഭയങ്കര പ്രിയപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അച്ഛനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ മക്കൾ 3 പേർക്കും എൻ്റെ അറിവിൽ അത്യാവശ്യത്തിൽ നല്ലോണം ഫ്രീഡത്തിലാണ് അച്ഛൻ ഞങ്ങൾ വളർത്തിയിട്ടുള്ളത്. ആവശ്യമില്ലാതെ ഒരു റെസ്ട്രിക്ഷൻസോ അങ്ങനെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയിട്ടില്ല. മാത്രമല്ല ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫ്രീഡം തന്നിട്ടുണ്ട്. ഞങ്ങൾ മക്കൾ 3 പേർക്കും അതെ ഞങ്ങളുടെ ലൈഫ് ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാൻ. അതിപ്പോൾ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ മുതൽ മാരേജ് വരെ അല്ലെങ്കിൽ ഫാമിലി ലൈഫ് വരെ എങ്ങനെ വേണം എന്ന് ഞങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാനുള്ള ഫ്രീഡം അച്ഛൻ നല്ലോണം തന്നിട്ടുണ്ട്. ഈവൻ ഞങ്ങൾക്കെന്നല്ല കേട്ടോ, ഈവൻ നമ്മുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് അമ്മയ്ക്കും കംപ്ലീറ്റ്ലി ഫ്രീഡായിരുന്നു. നമ്മുടെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളിലും അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും അച്ഛനായിട്ട് പ്രത്യേകിച്ച് ഒരു പ്രതിബന്ധങ്ങളും ഉണ്ടാക്കിയിട്ടില്ല ഇതേവരെയായിട്ട്. അതന്നെ ഇപ്പം ഞങ്ങൾക്കും ഭയങ്കര മോട്ടിവേഷനത്. ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെയാവണം എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരു റോൾ മോഡലായിട്ട് എടുക്കാൻ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ഞങ്ങളും അല്ലെങ്കിൽ ആ ഇൻഫ്ലുവൻസിലാണ് ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വിളിക്കണ കുമ്മിണി സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്പൂരി മാമ. അപ്പോൾ നമ്പൂരി മാമയും സാവിത്രി ചേച്ചിയും അങ്ങനെ ഞാൻ വിളിക്കാറ്. അപ്പോൾ നമ്പൂരി മാമയും ഏകദേശം അതേ കാലഘട്ടത്തിൽ ചെന്നൈയിലെത്തി. ഇവർ രണ്ടുപേരും അച്ഛൻ ടെക്നിക്കൽ സൈഡ് ഓഫ് റെയിൽവേയിലായിരുന്നു, നമ്പൂരി മാമ അക്കൗണ്ടിങ് വിങ്ങിലായിരുന്നു. അങ്ങനെ അവർ റെയിൽവേയിൽ പരിചയപ്പെട്ടു. അതിനുശേഷം ഇവർ പണ്ട് മദ്രാസിലെല്ലാവരും ലൈൻ മുറികളിലാണ് താമസിക്കുക. തൊട്ടടുത്തടുത്ത ലൈൻ മുറികളായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്നെയും അനിയനെയും എൻ്റെ ചേച്ചീനെയൊക്കെ എടുത്ത് വളർത്തിയത് നമ്പൂരി മാമയാണ്. എന്നെ എഴുത്തിനിരുത്തിയത് നമ്പൂരി മാമയാണ്. എൻ്റെ ചേച്ചി എപ്പോഴും ടീച്ചറെന്ന് വിളിക്കുന്ന സാവിത്രി ചേച്ചിയുടെ ഒപ്പമായിരുന്നു. സാവിത്രി ചേച്ചി കൈകൊട്ടിക്കളി, ഡാൻസ് എന്ന് പറയേണ്ട എല്ലാവിധ ആർട്ടിസ്റ്റിക് ഫോമിലും മദ്രാസ് കേരള സമാജത്തിൽ ടീച്ചറായിരുന്നു.
അങ്ങനെ കണ്ടമാനം സൗഹൃദങ്ങൾ ഞങ്ങൾ അച്ഛനമ്മമാരായിട്ടും ഞങ്ങളായിട്ടും പങ്കുവെക്കുകയുണ്ടായിട്ടുണ്ട്. 84ാം പിറന്നാൾ ആഘോഷിക്കണ നമ്പൂരി മാമയ്ക്കും കുടുംബത്തിനും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ശ്രീല വിളിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പുറപ്പെടാനുള്ള പ്ലാൻ ഇട്ടു. കാരണം ഞങ്ങൾ തമ്മിൽ 50 വർഷത്തിൽ കൂടുതൽ സാവിത്രി ടീച്ചറുമായിട്ട് പരിചയമുണ്ട്. നമ്പൂതിരി മാമൻ എന്നാണ് ഞങ്ങൾ വിളിക്കാറുള്ളത്. അദ്ദേഹം ഞങ്ങളുടെ അച്ഛനും വളരെ വലിയ അടുത്ത കൂട്ടുകാരായിരുന്നു. അവർ മദ്രാസിലുള്ളപ്പോൾ ഞങ്ങൾ സ്ഥിരം കാണലും ഉണ്ട്. ടീച്ചർ ഞങ്ങളെ ഒരുപാട് നാടോടി നൃത്തങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ശ്രീല കുഞ്ഞായിരുന്നു ചെന്നൈയിലുള്ളപ്പോൾ. പിന്നെ അവർ ചെന്നൈയിൽ നിന്ന് തിരിച്ചു പോയപ്പോൾ ടീച്ചർക്ക് വലിയ സങ്കടമായിരുന്നു. അങ്ങനെ ഓർക്കപ്പുറത്ത് കുറേ കാലത്തിന് ശേഷം നമ്പൂരി മാമനെ കണ്ടതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ഓർമ്മ വെച്ച് വിളിച്ചതിൽ അതിലേറെ സന്തോഷമുണ്ട്. അദ്ദേഹം വീണ്ടും ദീർഘകാലം സൗഖ്യത്തോടെ ജീവിക്കണമെന്നും ഞങ്ങൾക്ക് വീണ്ടും ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടണമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.